കഴിച്ചു നോക്കൂ. Good morning. Good morning. Good morning. Good morning. Good morning. Good morning, ma'am. Morning. കുറെ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്തെന്ന് തോന്നുന്നല്ലേ? ഇത് എന്റെ PDF എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ? എല്ലാവരും എടുക്കാം. മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. നിങ്ങൾ എങ്ങനെ കഴിഞ്ഞ ആഴ്ച എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഹലോ ഹലോ എങ്ങനെ നിങ്ങൾ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആരൊന്നും വേണ്ടതല്ലോ, റിപ്ലൈ ചെയ്യല്ലോ. മാം 5 ക്വസ്റ്റ്യൻസ് തന്നിരുന്നില്ലെന്ന്. ഓ തന്നായിരുന്നു. 5 ക്വസ്റ്റ്യൻസേ കൊടുത്തോളൂ. ബാക്കി 5 ക്വസ്റ്റ്യൻസ് ഇന്ന് തരാം. ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്കത് തരാം. അല്ല, കഴിഞ്ഞ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ എടുക്കണമല്ലോ. നിങ്ങൾ എങ്ങനെ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായായിരുന്നോ? ആരും വായിച്ചു നോക്കിയില്ലേ? ഹലോ, മാം, എനിക്ക് കുറച്ച് ക്ലാസ് ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം അത് എന്നാലും നിങ്ങളത് വായിച്ചു നോക്കട്ടെ. എന്നാലല്ലേ നിങ്ങൾക്ക് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറച്ച് സമയങ്ങളുള്ളത് കൊണ്ട് എന്താ പറയാ, ചോദിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ടൈം നമുക്കില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ വായിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തണം. മനസ്സിലാക്കി എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് എന്താ പറയുന്നത്, നിങ്ങൾ വായിച്ചു മനസ്സിലായി എന്ന് പറയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമുക്കവിടെ ഇനി നെക്സ്റ്റ് ക്ലാസ്സോടെ കുറച്ച് എടുത്തോളം വരെ ജസ്റ്റ് ചോദിക്കുക, ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോ ഒരു 5 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറയട്ടെ. അതിനും റിപ്ലൈ ഇല്ല. ഇനി എന്തായാലും ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയണം ഒന്നും നോക്കാതെ ഇരിക്കില്ലേ, എക്സാം ടൈമിലാവുമ്പോ നിങ്ങൾക്ക് ഒന്നിച്ച് വരുമ്പോ ബർഡനായിട്ട് വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കാം. അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് സ്പില്ലേജ് വേസ്റ്റിലെ കുറച്ച് സ്പില്ലേജുകൾ അതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, എവിടം വരെ എത്തിയായിരുന്നു? ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചേ. ഞങ്ങൾക്ക് എന്തെങ്കിലും അതെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുവോ? എവിടം വരെയാണ് ക്ലാസ് നമ്മൾ നിർത്തിയത്? ആർക്കും ഓർമ്മയില്ല? വില്ലേജ് വേസ്റ്റിലെ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഏത് പോയിന്റ് വരെയാണോ? ഓക്കെ, ഷാർപ്പ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഗുഡ്. ശരി ശരി. അപ്പൊ അത്യാവശ്യം നിത്യയും ആരാ ഷാരോണാണോ അറിയില്ല, അവരാണ് നമ്മളോട് ഇപ്പൊ മറുപടി തന്നത് കേട്ടോ. അപ്പോ എന്തായാലും നിങ്ങൾ ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഷാർപ്പസ് വില്ലേജ് വേസ്റ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. നമ്മൾ വില്ലേജ് വേസ്റ്റ് ആണ് ഇപ്പൊ പഠിക്കുന്നത്. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന വേസ്റ്റുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം. സാധാരണ സ്ഥലങ്ങൾ പോലെയല്ല, ഹോസ്പിറ്റലിലെ വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കാം. കാരണം രോഗാണുക്കൾ വരാം, രോഗാവസ്ഥ ഉണ്ടാകാം. അത് എന്താ പറയുക, അവിടുത്തെ വർക്കേഴ്സിനെ ബാധിക്കാം, പേഷ്യൻസിനെ ബാധിക്കാം. ഒപ്പം എൻവയോൺമെന്റിൽ വരെ അത്തരത്തിലുള്ള അണുക്കള് ഉണ്ടാവാം. അതുമൂലം രോഗങ്ങൾ വരാം അല്ലെ? അതുകൊണ്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഓരോ ഭാഗം നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ച ഭാഗം എന്ന് പറയുന്നത് എന്താ പഠിച്ചത്? ആദ്യം ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വില്ലേജ് ആണ് പഠിച്ചത്. അതായത് ബ്ലഡിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്, അതായത് ശരീരത്തിൽ നിന്ന് വരുന്ന മറ്റു ഫ്ലൂയിഡിൽ നിന്നും വരുന്ന രോഗാണുക്കളെ കുറിച്ചാണ് ആദ്യം പഠിച്ചത്. നെക്സ്റ്റ് മെർക്കുറീസ് വില്ലേജ് വേസ്റ്റ് പഠിച്ചു. തേർഡ് വൺ നമ്മൾ പഠിച്ചത് ഷാർപ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാറുള്ളത് എന്ന് പറയുന്നത്
ചാപ്റ്റർ നമ്പർ 31 ആണ്. നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. സ്പില്ലേജ് വേസ്റ്റ് ചാപ്റ്റർ 31. അപ്പോ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഓക്കെ 31 തന്നെയാണ്. അപ്പോ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു അപകടകരമായ ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ. സാധാരണ പോലെയല്ല, അത് കുറച്ച് അപകടം പിടിച്ച ഒരു വേസ്റ്റ് ആണ്. അപ്പൊ അതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് നോക്കാം കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സൂൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പില്ല്. ഇത് കെമിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അപകടകരമാണോ. അപ്പൊ അത് ആദ്യം തന്നെ തിരിച്ചറിയാം ചെറിയ ഒരു സ്പ്രെഡിങ് ആണോ അതോ മേജർ ആയെന്ന് വെച്ചാൽ വലിയ അപകടകരമായ രീതിയിൽ മീൻസ് എൻവയോൺമെന്റിനെ വരെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണോ ഫോം ചെയ്തിരിക്കുന്നത്, രൂപം കൊണ്ടേക്കുന്നതെന്ന് ആദ്യം തന്നെ എവാലുവേറ്റ് ചെയ്യുക. ആദ്യം തന്നെ മനസ്സിലാക്കുക. എവാലുവേറ്റ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക. ഓക്കെ, അഭിലാഷ് നേരത്തെ 31 തന്നെയാണ്. 31 ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എവിക്ട് ദ ഏരിയ. If the spill is important, evict the area and call emergency services. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ഏരിയയിൽ നിന്നും നേരത്തെ ഒരു ക്ലാസ്സിലാണോ എന്നറിയില്ല എന്നോട് ഓർമ്മിച്ചിരുന്നു. എവിക്ട് ദ ഏരിയ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക, പെട്ടെന്ന് തന്നെ അവിടെ ഒഴിവായി നിൽക്കുക എന്നതിനേക്കാളും എളുപ്പം മനസ്സിലാകുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് മാറി നിൽക്കുക അല്ലെ. ആ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുക. If the spill important, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് സ്പില്ലാണ്. അപ്പൊ അതിൽ നിന്ന് ആ സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക. എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക അല്ലെ. പെട്ടെന്നുള്ള അപകടകരമായ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് അത്രയും ഭയങ്കര ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ ആരെ ഇൻഫോം ചെയ്യേണ്ടതെന്ന് ആകുന്നു കഴിഞ്ഞാൽ അവരെ തന്നെ ഇൻഫോം ചെയ്യുക അല്ലെ. എമർജൻസി സർവീസിനെ ഇൻഫോം ചെയ്യുക. നമ്മൾ സാധാരണ ഫയർഫോഴ്സിനൊക്കെ വിളിക്കുന്നത് എന്താ, ഒരുപാട് അപകടം പിടിക്കുന്ന ഒരു സംഭവങ്ങളാവും അല്ലെ. നമുക്ക് സാധാരണ നമുക്ക് മനുഷ്യർക്ക് ഹ്യൂമൻ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് ആദ്യം ചെയ്യും. പക്ഷെ അതിനേക്കാൾ ഭയങ്കരമാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അറിയിക്കുന്നവരെ അറിയിക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ ധരിക്കുക. ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് പേഴ്സണൽ ഷുഡ് യൂസ് സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമുക്കറിയാം PPE കിറ്റ് അല്ലെ. ആ കിറ്റ് ധരിക്കുക. ലൈക്ക് അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും അതിലുണ്ടാവുക, ലൈക്ക് ഗ്ലൗസ്, ഗൂഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ കെമിക്കൽ ആൻഡ് അവോയ്ഡ് ദ ഇൻഹാലേഷൻ ഓഫ് കെമിക്കൽ സ്മോക്ക്. നമുക്കറിയാം ഇത്തരത്തിലുള്ള അപകടകരമായ വസ്തുക്കൾ അല്ലെ കെമിക്കലാണ്. അത് മൂലം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ വരാം, ചിലപ്പോ റെസ്പിറേറ്ററി അല്ലെ നമുക്ക് എന്താ പറയാ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് വരാം. അതേപോലെ തന്നെ കണ്ണിലേക്ക് പെട്ടെന്ന് ഡയറക്റ്റ് കണ്ണിലേക്ക് ധരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും വയ്ക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ധരിക്കുക. ഗ്ലൗസ്, ഗൂഗിൾസ് ആൻഡ് റെസ്പിറേറ്ററീസ് ബിഫോർ going to the spill to avoid a connection with the chemical and avert inhalation of chemical smoke. അതായത് വായു അല്ലെ സ്മോക്ക്, കെമിക്കൽ ആയിട്ടുള്ള സ്മോക്ക് ഇൻഹാലേഷൻ എന്ന് വെച്ചാൽ ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ധരിക്കുക. നെക്സ്റ്റ് കണ്ടെയ്ൻ ദ സ്പില്ല്. എന്താണ് അത് നമ്മളെപ്പോഴും എല്ലാ പോയിന്റ്സിലും പറയുന്നതാണ്. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് സച്ച് അബ്സോർബന്റ് പാഡ്സ് to contain the spill and prevent it from spreading. Place the materials in a labeled dangerous waste bag of the container for discarding. നമ്മൾ മുകളിലുള്ള പോയിന്റുകളിലൊക്കെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, ആഗിരണം ചെയ്യുന്ന അല്ലെ കെമിക്കല് ആഗിരണം ചെയ്യുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കുക. such as absorbent pads, ആഗിരണം ചെയ്യുന്ന പാഡുകൾ ഉപയോഗിക്കുക. to contain the spill and prevent it from spreading. അതായത് ഇത് ഈ സ്പ്രെഡ് ചെയ്യാതിരിക്കുക, ഇത്തരത്തിലുള്ള വേസ്റ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്ന തരത്തിലുള്ള മുൻകരുതലുകൾ പ്രിവെൻഷനൊക്കെ, അതായത് മുൻകരുതലുകൾ എടുക്കുക. അത് സ്റ്റോപ്പ് ചെയ്യുക പരമാവധി. അത് എന്താ പറയുക, അത് ആ സ്പ്രെഡിങ് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്ലേസ് ദ മെറ്റീരിയൽസ് ഇൻ എ ലേബൽഡ് ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് ഓഫ് ദ കണ്ടെയ്നർ ഓഫ് ദിസ് കാർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതിനുശേഷം ആ വേസ്റ്റുകളൊക്കെ എവിടെ നിക്ഷേപിക്കണം, വേസ്റ്റ് ബാഗ് കണ്ടെയ്നർ ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് എന്നുള്ള ആ ലേബലുള്ള
കണ്ടെയ്നർ ബോക്സിൽ അതെല്ലാം നിക്ഷേപിക്കുക. നെക്സ്റ്റ് ക്ലീൻ അപ്പ് ദ സ്പില്ല്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ സ്റ്റിക്ക് to the manufacturer's directive for the exact use of absorbent materials to clean up the spill. അതായത് നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഒരേപോലെ വലിച്ചെടുക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യുന്നത് അല്ലെ. മാനുഫാക്ചേഴ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളുടെ ഡയറക്ഷൻ അനുസരിച്ച് അത് അബ്സോർബ് ചെയ്യാവുന്ന ആഗീരണം, അത്തരത്തിലുള്ള വസ്തുക്കൾ ആഗീരണം ചെയ്യാവുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ അപ്പ് ചെയ്യുക. അതിനനുസരിച്ചുള്ള സ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കുക. Then be conscious to spread the chemical at the time of cleaning up. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും സ്പ്രെഡ് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുക. അത്തരത്തിലുള്ള കോൺഷ്യസ്, അതായത് മുൻകരുതൽ, അത്രയും ജാഗ്രതയോട് കൂടിയിട്ട് വേണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ റഫായിട്ടൊന്നും ആയിരിക്കില്ല ക്ലീൻ ചെയ്യേണ്ടത്. എങ്ങനെയാണ് വളരെ ജാഗ്രതയോട് കൂടി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നും സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. The next, dispose of waste. All materials that are coming into contact with the chemical should be thrown away as the dangerous waste into labeled bags or containers. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ഏത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും അതേമാതിരി തന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന ഏത് പാഡോ എന്ത് സംഭവം ആണെങ്കിലും അതെല്ലാം അവിടെ എവിടെയും വിളിച്ചെറിയരുത്. എന്താ ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബിൾഡ് തരത്തിലുള്ള ബാഗിലോ കണ്ടെയ്നറിലോ നിക്ഷേപിക്കണം. അടുത്ത ടു ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് എ ഡേഞ്ചറസ് വേസ്റ്റ്. നമുക്കറിയാം സാധാരണ രീതിയിൽ അല്ലെ മറ്റു വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന മാതിരി ഇത്തരത്തിലുള്ള കെമിക്കൽ വേസ്റ്റ് ഒന്നും കൊണ്ടുപോകില്ല. കാരണം അതെല്ലാം നന്നായിട്ട് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പ്രോട്ടോകോളൊക്കെ വേണം. അതായത് ലോക്കൽ അല്ലെ പ്രാദേശികത്തിന്റെയോ സ്റ്റേറ്റിന്റെയോ അതിന്റെ അനുസരിച്ചുള്ള നിയമ നടപടികൾക്ക് വിധേയമായിട്ടാണ് ഇത്തരം ഡേഞ്ചറസ് മെറ്റീരിയൽസ് എല്ലാം ഡിസ്കാർഡ് ചെയ്യുകയുള്ളൂ. അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ്, റിപ്പോർട്ട് ദ സ്പില്ല്. എന്താ ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. സ്പിൽ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അവിടെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി, അല്ലെങ്കിൽ വേസ്റ്റ് എല്ലാം ഇങ്ങനെ കണ്ടെയ്നർ ബോക്സുകൾ കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്ത കണ്ടെയ്നർ ബോക്സിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ, അതായത് അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫ് ആ റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത് തന്നെ എല്ലാം മിക്കവാറും എല്ലാത്തിലും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ സെപ്പറേറ്റ് ശ്രദ്ധിക്കുക. കെമിക്കലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി മേജർ ആയിട്ടുള്ള ആക്ഷനൊക്കെ എടുക്കണം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസ് കൂടുതലുണ്ടാവും. നമ്മൾ നേരത്തെ ഫസ്റ്റ് വന്നെ കണ്ടില്ല, ചെറുതാണോ വലുതാണോ മൈനർ ആണോ മേജർ ആണോ എന്ന് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് സ്റ്റെപ്സ് എടുക്കുക. അതിന്റെ ഒരു താഴെ അതുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് കണ്ട, കെമിക്കൽ ആയിട്ടുള്ള രാസവസ്തുക്കളുടെ സ്പില്ലേജ് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് കാണിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ആണ് ഈ പറയുന്നത് ചിക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. അത് ചെറുതാണോ അല്ലെങ്കിൽ വലിയ ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണോ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻവയൺമെന്റിനെ ബാധിക്കുന്നതാണോ, മൊത്തത്തിൽ ഈ ജനങ്ങളെ എഫക്ട് ചെയ്യുന്നതാണോ എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഇഫ് മൈനർ ചെറുതാണെങ്കിൽ ഇത്തരം സ്റ്റെപ്പുകൾ തന്നെ മേജർ, വലുതാണെങ്കിൽ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ. മൈനർ ആണെങ്കിൽ ശ്രദ്ധിക്കുക. അതർ ഇമീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ, അവരെ പെട്ടെന്ന് തന്നെ അത് അടിച്ചമർത്തുക. സേഫ്റ്റി ഓഫീസറിന്റെ ഒക്കെ പ്രത്യേക നിബന്ധനയോട് കൂടിയിട്ട് അത് അടിച്ചമർത്താൻ നോക്കുക. ഐസൊലേറ്റ് ഏരിയ PPE, എന്താ പറയാ, പെട്ടെന്ന് തന്നെ എന്താ പറയുക പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ധരിക്കുക. തന്നെ ഐസൊലേറ്റ് ഏരിയ എന്ന് വെച്ചാൽ നമുക്കറിയാലേ, പെട്ടെന്ന് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഐസൊലേറ്റ് ഏരിയ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചിടും. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. സാധാരണ രീതിയിൽ ഒരു റെഡ് റിബണൊക്കെ എടുത്ത് പെട്ടെന്ന് അത് തന്നെ ഒരു അപകടകരമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഐസൊലേറ്റ് ഏരിയ ആക്കി മാറ്റും. The next, control spill of a liquid by containing spill, use acid or alkali and place absorbent pads. അവിടെ സാധാരണ രീതിയിൽ എത്ര അല്ലെ എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിക്കും. അത് എന്താ പറയുക കെമിക്കല് മാറ്റിക്കളയാനായിട്ട്, അബ്സോർബ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആവശ്യമായ രീതിയിലുള്ള പെർസെന്റേജിലൊക്കെ ഉള്ള എന്താ പറയുക ആസിഡോ ആൽക്കലികളൊക്കെ യൂസ് ചെയ്യും. നെക്സ്റ്റ്, ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. എങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ റൂൾസ് അനുസരിച്ച് തന്നെ നിക്ഷേപിക്കും.
ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. ആ ഏരിയയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം അല്ലെ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു, ആദ്യം ഇങ്ങനെ ക്ലീൻ ചെയ്ത് പിന്നെയും അവിടെ സാധാരണ രീതിയിൽ എന്താ പറയാ എയർ ഒക്കെ കിടക്കുന്ന രീതിയിൽ വരെയും ക്ലീൻ ചെയ്ത് ഇത്ര ടൈം അത് റെസ്റ്റ് ചെയ്തതിനു ശേഷമൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത റിപ്പോർട്ടുകളെല്ലാം കൈകാര്യം ചെയ്തതിനു ശേഷം പിന്നീട് ആ ഏരിയ പ്രവർത്തനക്ഷമമാക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലേക്ക് ആക്കുക. റേസ് ഇൻസിഡന്റ് ഫോംസ്, അതാണ് അവസാനത്തെ പോയിന്റിൽ അതെങ്ങനെ പറയുന്നത്. ആ ഫോമുകളെല്ലാം കൈകാര്യം ചെയ്യുക അല്ലെ, റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുന്നത് മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ മേജർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നോട്ടിഫൈ അത് വ്യക്തി ഏരിയ പെട്ടെന്ന് തന്നെ അവിടുന്ന് നമ്മൾ വ്യക്തികൾ ആരാണെങ്കിലും അവിടുന്ന് മാറുക. ദെൻ പ്രിവെന്റ് അതർ ഫ്രോം എൻട്രിങ് ദ ഏരിയ. മുൻകരുതൽ, അവിടേക്ക് ആരും വരാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം എടുക്കുക. വാച്ച് ഫോർ ഫയർ ഈഫ് ഫ്ലൈമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ഇവിടെ വരും. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളെല്ലാം ഇതായിരിക്കും. അതായത് എന്തെങ്കിലും കത്തുന്നുണ്ടോ അല്ലെങ്കിൽ കെമിക്കൽസ് എല്ലാം ഭയങ്കര ജ്വലിച്ച് എന്താ പറയാ വലിയ അപകടം സൃഷ്ടിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അത് നമ്മൾ കണ്ടോല്ലേ, വെറുതെ ഇതൊക്കെ ആണെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചു, അവരെ പെട്ടെന്ന് സേഫ്റ്റി ആയിട്ടുള്ള സ്റ്റാഫുകളെല്ലാം വന്നിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഇത് സ്വന്തം കൈകാര്യം ചെയ്യുന്ന മാതിരി തന്നെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആദ്യം തന്നെ ആ ഏരിയയിൽ നിന്ന് മാറുക. ദെൻ പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻറ്ററിങ് ദ ഏരിയ. ഏരിയയിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വാച്ച് ചെയ്യുക, എന്താണ് എന്തെങ്കിലും കെമിക്കൽ കത്തുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ വരൂ എന്നൊക്കെ ഉള്ളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ എന്തായിരിക്കും, മറ്റേ എമർജൻസി കോൾ അനുസരിച്ച് വരുന്ന വ്യക്തികളുടെ നടപടികൾക്ക് അനുസരിച്ചായിരിക്കും. പൊതുവെ ഈ സ്റ്റെപ്പുകളെല്ലാം ഇതിന്റെ അണ്ടറിലേക്കും വരും. അവസാനം എന്തായിരിക്കും, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് രണ്ട് രീതിയിൽ തരംതിരിച്ച് നമുക്ക് ഡയഗ്രമായിട്ട് കാണിച്ചു തന്നിരിക്കും. ഓക്കെ ആണോ? ഇത്രയും നമ്മൾ പഠിച്ചത് കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് മനസ്സിലായോ? വരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. ഹലോ, പ്രത്യേകിച്ച് കാണുന്നില്ലെങ്കിൽ മൈനർ ഒന്നുകൂടെ പറയോ? പറയാം. അതർ ഇമ്മീഡിയറ്റ് കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ. നമ്മള് ഇമ്മീഡിയറ്റ്, അതായത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ അടിച്ചമർത്താനായിട്ട്, അതായത് ആ സ്ഥലത്തിൽ ഇനി സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സേഫ്റ്റി കോർണറിൽ അനുസരിച്ച്, അതായത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരം കാര്യം ചെയ്യുക. ഐസൊലേറ്റ് ദ ഏരിയ ഡൺ PP കിറ്റ്. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അല്ലെ, അവർക്ക് ട്രെയിൻഡ് സ്റ്റാഫിന് അത്തരം ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അവിടെയുള്ള സ്റ്റാഫിന് ട്രെയിനിങ് ഉണ്ടാവുമായിരിക്കും. ആ ട്രെയിനിങ് കിട്ടിയിരുന്ന പേഴ്സൺസ് PP കിറ്റ് ഒക്കെ ഇട്ട് വരിക. അതോടൊപ്പം തന്നെ ആ ഏരിയ ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മറ്റാർക്കും കടന്നു വരാത്ത രീതിയിൽ അത് തിരിച്ചിടുക ആ ഏരിയ അല്ലെ. എല്ലാവർക്കും ഒരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു എന്താ പറയാ എന്തെങ്കിലും രോഗാണുക്കൾ അവിടെ സ്പ്രെഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് എല്ലാവരെയും വരാതിരിക്കാനുള്ള രീതികൾ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം അല്ലെ. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഇത്, ഐസൊലേറ്റ് ദ ഏരിയ ഡൺ PP കിറ്റ്. മറ്റു വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യാം, PP കിറ്റ് ഇട്ടുകൊണ്ട് വരിക. അല്ലാത്തവർക്ക് അവിടെ പ്രവേശനമില്ല. നെക്സ്റ്റ്, കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പില്ല് യൂസ് ആസിഡ് ഓർ ആൽക്കലി. പിന്നെ എന്താ ചെയ്യുന്നത്, സാധാരണ രീതിയിൽ ചെറിയ സംഭവങ്ങളാണ് നടക്കണമെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷൻ എന്തെങ്കിലും ആ ഒരു കെമിക്കൽ നിർമ്മാണത്തിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ, അത് ഇത്ര പെർസെന്റേജിലുള്ള ചിലപ്പോൾ ആസിഡ് ആയിരിക്കാം, ആൽക്കലി ആയിരിക്കാം, എന്താണോ ആ രീതിയിൽ അവര് നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശം അനുസരിച്ചുള്ള രീതിയിലുള്ള കാര്യങ്ങളും അതനുസരിച്ചുള്ള അബ്സോർബർ പാർട്സുകളും യൂസ് ചെയ്ത് ആ കെമിക്കലിനെ വലിച്ചെടുക്കുക, ആഗിരണം ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ് അനുസരിച്ച്, സാധാരണ റൂൾസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അത്തരം വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്തതിനു ശേഷം വലിച്ചെടുത്തതിനൊക്കെ ശേഷം അത് വലിച്ചെറിയോ ഇല്ല. അത് എന്താ പറയുക, നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്ന ആ കണ്ടെയ്നർ ബോക്സുകളിലൊക്കെ നമ്മൾ അപകടകരമായ സാധനങ്ങൾ നിക്ഷേപിക്കുന്ന ബോക്സിലെല്ലാം അത് നിക്ഷേപിക്കുക. ദെൻ ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. അവിടെ വീണ്ടും അണുവിമുക്തമാക്കുക. നമ്മൾ നേരത്തെയൊക്കെ മനസ്സിലാക്കിയതാണ്. സാധാരണ രീതിയിലെല്ലാം ഇത് അബ്സോർവ് ചെയ്തിട്ട് വീണ്ടും സാധാരണ ഫ്രഷ് വാട്ടറൊക്കെ ഉപയോഗിച്ച് വീണ്ടും ഡിറ്റർജന്റും അതൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക,
എല്ലാ വാതിലുകളും ഡോറുകളൊക്കെ ഓപ്പൺ ചെയ്ത് അവിടെ എന്താ പറയുക വായു പ്രവേശിക്കുന്ന വിധത്തിലൊക്കെ ആക്കി മാറ്റി അവിടെ അണുവിമുക്തമാക്കുക. ഡീകണ്ടാമിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു അണുപ്രസരണം നിർമ്മാർജ്ജനം ചെയ്യുക. ട്രേസ് ഇൻസിഡന്റ് ഫോംസ് നമുക്ക് ഇനി അവസാനം എന്താ പറയാ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെല്ലാം പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അതാണ് റേസ് ഇൻസിഡന്റ് ഫോംസ്. ആ ഒരു ഫോമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ മൈനർ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ കൈകാര്യം ചെയ്യുകയാണത്. ക്ലിയർ ആയോ? ഹലോ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ, അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ എത്രണ്ണം പഠിച്ചു? ഒരു 4 നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ആ പേരുകളൊക്കെ ഓർത്ത് വെക്കുക. സെയിമായിട്ടുള്ള ശരിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് വരിക കുറേയൊക്കെ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് ഓർമ്മയിൽ പക്ഷേ ഈ വേർഡ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്, അത് ഓർക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ രീതിയിലുള്ള സ്പില്ലേജുകളാണ് വന്നത്. മെർക്കുറി, അത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെർക്കുറിയുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ വീണ്ടും വരുന്ന ഷാർപ്സ് സ്പില്ലേജ് അല്ലെ, ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഉപയോഗിക്കുന്ന എന്താ പറയുക എക്യുപ്മെന്റ്സുകൾ, അങ്ങനെയൊക്കെയുള്ള എക്യുപ്മെന്റ്സിൽ നിന്ന് വരുന്ന അതുകളാണ്. നെക്സ്റ്റ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, നമ്മളിപ്പോ പഠിച്ചത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ്. അത് മൈനർ മേജർ ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ പഠിക്കുന്നത് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അത് മെയിൻ പറഞ്ഞോളം ഒരു ഡേഞ്ചറസ് സംഭവമാണ് അല്ലെ. റേഡിയോ ആക്റ്റീവ് ഒക്കെ എപ്പോഴും നടക്കുന്നത് എപ്പോഴാണ്? ക്യാൻസർ പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഒക്കെ നമ്മൾ റേഡിയേഷൻ ഒക്കെ കൊടുക്കുന്നത് അല്ലെ. അത് എപ്പോഴും അതൊരു കെമിക്കലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത്തരത്തിലുള്ള കോശങ്ങളൊക്കെ എന്താ പറയുക ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഡിയേഷൻ നടത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. Radioactive spillage can be dangerous to human health and the environment. The step to be taken for managing radioactive spillage waste അല്ലെ. നമുക്കറിയാം ഇത് ഒരു സാധാരണ രീതിയിലൊന്നും ആൾക്കാർക്ക് അത് ചെയ്യാറില്ല, റേഡിയേഷൻ നടത്താറില്ല അല്ലെ. അത്രയും ഡേഞ്ചറസ് ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ റേഡിയേഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വന്നാൽ ശരിക്കും ഹ്യൂമന്റെ അല്ലെ മനുഷ്യന്റെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും. ഒപ്പം എൻവയോൺമെന്റിനെ നമ്മുടെ എന്താ പറയാ പ്രകൃതിയെ കൂടി അത് ബാധിക്കും. അപ്പൊ നോക്കാം അതിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഇവാക്യുവേറ്റ് ദ ഏരിയ. ശരിക്കും പറഞ്ഞാൽ ഇതന്നെ ആ ഏരിയ നമ്മൾക്ക് എന്താ പറയുക ആ ഏരിയ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം ആ എമർജൻസി ശരിയാണ് പ്രത്യേകം നിരീക്ഷിച്ച് വെക്കുക. അത് എന്താണ് എവിടെയാണ് ഈ റേഡിയേഷൻ സ്പ്രെഡ് ചെയ്തു എന്ന് വളരെ മനസ്സിലാക്കിയാൽ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ എവക്യുവേറ്റ് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസ്. ഇത് വേറെ കുറെ വേർഡ്സുകൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ സ്ഥലം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ എന്താ പറയുന്നത് ആ ഏരിയ നമ്മൾ തിരിച്ചു വെക്കുക. ദെൻ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുക അല്ലെ. ആരെങ്കിലും എന്നല്ല, അറിയിക്കുന്ന വ്യക്തികളെ പ്രോട്ടോകോൾ അനുസരിച്ച് അറിയിക്കേണ്ട വ്യക്തികളെ കൃത്യമായിട്ട് അറിയിക്കുക. ഐസൊലേറ്റ് എന്നുള്ള ഒരു പേരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എവക്യുവേറ്റ് ദ ഏരിയ എന്ന് പറയുന്നത്. അല്ല അവിടെ നിന്ന് മറ്റുള്ളവരെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറുക അല്ലെ. നേരത്തെ നമ്മൾ വേറൊരു പേരാണ് പഠിച്ചത് എവിക്ട് ദ ഏരിയ ആണ്. ഇത് വീണ്ടും പറയുന്നത് എവക്യുവേറ്റ് ദ ഏരിയ. നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയതിനു ശേഷം എമർജൻസി സർവീസിന് ആൾക്കാരെ ബന്ധപ്പെടുക. നെക്സ്റ്റ് വേർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുക. എന്താ പ്രൊട്ടക്റ്റീവ് ആയിട്ടല്ലേ ആ പ്ലേസിലേക്കൊക്കെ പോകണമെങ്കിൽ എന്തായാലും നമുക്കറിയാം PPE കിറ്റ് ഒക്കെ സാധാരണ മനുഷ്യർക്കൊന്നും പോയി അത് കൈകാര്യം ചെയ്താൽ സാധാരണ ഹ്യൂമൻ ബോഡിയെ അത് ബാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള റേഡിയേഷനുമായിട്ടുള്ള വേസ്റ്റേജസ് നടത്തുന്ന ഏരിയയിലേക്കൊക്കെ സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫുകളായിരിക്കും പോവുക. അവരെല്ലാം PPE കിറ്റ് ഒക്കെ ധരിച്ചിട്ടാണ് പോവുക. such as gloves, goggles and respirators before going to the spill to avoid connection with the radioactive materials and prevent contagion
ആൻഡ് പ്രിവെന്റ്. സോറി, നെക്സ്റ്റ് പോയിന്റ് ആണത്. അപ്പോ നമ്മൾ എന്താ പറയണേ, ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അല്ലെ, മുൻകരുതലായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഗ്ലൗസും ഗൂഗിൾസും റെസ്പിറേറ്ററി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക അല്ലെ. നമ്മൾ അതിന്റെ മാസ്കും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് അതൊരിക്കലും ശരീരത്തിലേക്ക് നേരിട്ട് വരാതിരിക്കത്തക്ക വിധത്തിലുള്ള പ്രിവെന്റ്, അതിന് മുൻകരുതലുകൾ, പ്രിവെന്റ് എന്ന് വെച്ചാൽ മുൻകരുതലുകൾ എടുക്കുക. ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അല്ലെ, കണ്ണടയില് സാധാരണ നമ്മള് ഇതുകള്, അതായത് അതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് കണ്ണിനെ എഫക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഗൂഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്പെക്സ്. അപ്പൊ അത് നമ്മുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് വരില്ല. അപ്പൊ അത്തരത്തിലുള്ള കണ്ണടകൾ, ലെൻസുകൾ അത് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ ദ സ്പില്ല്. എന്താണ് നോക്കാൻ, നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെയാണ്. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ലൈക്ക് സാൻഡ് ഓർ അബ്സോർബന്റ് പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. The material in a labeled radioactive waste bag and discard disposal. ഇവിടെ നമ്മൾ ഹസാർഡ് വേസ്റ്റ് ബാഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കാറല്ലേ. ഇതിന് പകരം വേറെ ലേബലിലാണ് ഇവിടെ വന്നേക്കുന്നത്. എന്താ ലേബിൾ ചെയ്തേക്കുന്നത്? ആ ബോക്സ് എന്ത് പേരിലാണ് മുദ്രണം ചെയ്ത് വെച്ചേക്കുന്നത്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റേജ് ബാഗ്. ആ തരത്തിലുള്ള വേസ്റ്റ് ബാഗിൽ തന്നെ ഇത്തരം എന്ത് സംഭവങ്ങൾ യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ആ ഭാഗം ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച, അതായത് ആ ഭാഗത്തിൽ നിന്നും അണുക്കളൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയലുകളും ലൈക്ക് സാൻഡ് ഓർ അബ്സോർബന്റ് അല്ലെ, നമ്മള് അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാൻഡൊക്കെയാണ് യൂസ് ചെയ്തത്. അതിനനുസരിച്ചുള്ള മണൽത്തടികളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അബ്സോർബന്റ് പാഡ്സുകള് ടു കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ. നമ്മൾക്കറിയാം, തീയൊക്കെ കത്ത് പിടിക്കുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, കുറെ മണ്ണൊക്കെ വാരിയിടുക, അല്ലെങ്കിൽ പണ്ട് നമ്മളോട് പറയുന്ന രീതിയിലുള്ള ആ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. സാൻഡുകളോ അബ്സോർബന്റ് പാഡ്സുകളും എല്ലാം എന്നാത്തേക്ക് നിക്ഷേപിക്കണം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്കാണ് നിക്ഷേപിക്കുന്നത്. അവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് നിക്ഷേപിക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? ഈ അതായത് ഈ അണുപ്രസരണം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളായിട്ടാണ് അല്ലെ. ഇത്തരത്തിലുള്ള ആ റേഡിയേഷൻ വഴിയായിട്ടുള്ള സംഭവങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുന്നത്. പക്ഷെ ആ മുൻകരുതലുകൾ എടുത്ത മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കേണ്ടത് എവിടെയാണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലാണ് നിക്ഷേപിക്കേണ്ടത്. നെക്സ്റ്റ്, ക്ലീൻ അപ്പ് ദ സ്പില്ല്. എല്ലായിടത്തും പറഞ്ഞ മാതിരി യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ അഡ്ഹെർ ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ് ഫോർ ദ പർപ്പസ് യൂസ് ടു അബ്സോർബന്റ് മെറ്റീരിയൽസ് ടു ക്ലീൻ അപ്പ് ദ സ്പില്ല്. അവിടെ എന്താ പറയാ, ക്ലീൻ ചെയ്യാനായിട്ട് മാനുഫാക്ചേഴ്സ് സാധാരണ ഇത്ര സൊല്യൂഷൻ ഉപയോഗിച്ച് ഇത്ര ടൈം എടുത്ത് അവിടെ വൃത്തിയാക്കണം എന്നൊക്കെ എന്താ പറയണേ, ഏത് സ്പില്ലേജ് വേസ്റ്റിലും പറയും അല്ലെ. അപ്പൊ ആ മാനുഫാക്ചേഴ്സ് പറയുന്ന അനുസരിച്ചുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആ പ്ലേസുകളെല്ലാം ക്ലീൻ ചെയ്യുക. നെക്സ്റ്റ്, കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഡ്യൂറിംഗ് ക്ലീനപ്പ്. അതിലെല്ലാത്തിലും പറയുന്ന മാതിരി തന്നെ ഇതിലും പറയുകയാണ് നമ്മുടെ മുൻകരുതൽ, കോഷ്യസ്, അതായത് ജാഗ്രതയോട് കൂടിയിട്ടായിരിക്കണം ഇവിടെയെല്ലാം ക്ലീൻ ചെയ്യേണ്ടത്. എന്തിനാ അങ്ങനെ ജാഗ്രത കാണിക്കണമെന്ന് പറയുന്നത്? മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ വേസ്റ്റ് സ്പില്ല് സ്പ്രെഡ് ചെയ്യരുതെന്നുള്ള മുൻകരുതലോട് കൂടിയിട്ട് വേണം ഇവിടെയെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട്. The next, dispose of waste or materials that come into contact with the radioactive materials should be discarded as a radioactive waste in a labeled bags or containers. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മെറ്റീരിയൽസിൽ തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം എന്താ പറയുക നിക്ഷേപിക്കേണ്ടത്. Then follow local, state and federal regulations for the disposal of radioactive waste. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെ, അപകടകരമായിട്ടുള്ള ഇത്തരം വേസ്റ്റുകളൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് മാർജനം ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം? ശരിക്കും ലോക്കൽസിന്റെ പ്രദേശത്തിന്റെയോ സ്റ്റേറ്റിന്റെയോ എന്തെങ്കിലും റെഗുലേഷൻസ്, അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാവും. അതനുസരിച്ച് മാത്രമേ ഇത്തരം വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, റിപ്പോർട്ട് ദ സ്പില്ല് ഷുഡ് ബി intimated to the concerned staff for documentation and investigation. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തി
അതൊക്കെ കറക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്തേക്കുന്നത്, ഇതൊക്കെ നിക്ഷേപിക്കുന്ന ഇന്ന സ്ഥലത്തൊക്കെയാണ്, ഇത്ര ടൈമൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ ക്ലീൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയുക അവിടെ ക്ലീനപ്പ് ആയിട്ടുണ്ട്, ആവശ്യമായ വായുവൊക്കെ കിടക്കത്തക്ക വിധത്തിലൊക്കെ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടും ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത് തന്നെയാണ് മിക്കവാറും എന്താ പറയുക 1-2 ഇതുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റേഡിയോആക്റ്റീവ് വേസ്റ്റ് എന്താണ്? റേഡിയോആക്റ്റീവ് വേസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, റേഡിയേഷൻ ഒക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സ്പില്ലേജ് അല്ലേ, നമുക്ക് ക്യാൻസർ പേഷ്യൻസിനൊക്കെ റേഡിയേഷൻ നടത്തൂലേ, അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ പോലെയുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് അത്. എന്താ പറയണേ, ആ തരത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ നമുക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ എന്താ പറയുക എൻവയോൺമെന്റിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് എന്താ പറയാ പ്രവർത്തിക്കും. അത്തരം ലോഹങ്ങളെല്ലാം എന്താ പറയുക എൻവയോൺമെന്റിലോ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയുക പ്രതിപ്രവർത്തനം നടത്താനായിട്ട് സാധ്യതയുണ്ട്. സാധാരണ രീതി പോലെയല്ല, എന്തെങ്കിലും പ്രതിപ്രവർത്തനം നടത്തി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം സൃഷ്ടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക്? ശരിക്കും ഇത് ആ മുകളിലത്തെ 1-2 ഭാഗങ്ങള് എന്താ പറയണേ, അതിലുള്ള കുറെ സ്റ്റെപ്പുകൾ തന്നെയാണ് എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ കാര്യത്തിൽ വേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ആദ്യത്തെ ഒരു 1-2 പഠിച്ചെടുക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നമുക്ക് നെക്സ്റ്റ് നോക്കാം, സ്പില്ലിന്റെ ലബോറട്ടറി ഏരിയ. ഇനി ഒരു 2 കൂടെ ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സ്പില്ലേജ് വേസ്റ്റിന്റെ ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോ അത് 2 കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്പില്ലിന്റെ ലബോറട്ടറി ഏരിയ, മൈക്രോബയൽ കൾച്ചേഴ്സ്. അതെന്താ പറയാ, കേൾക്കുമ്പോൾ തന്നെ അറിയാം ലബോറട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അറിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലെ. നമ്മള് അവിടെയൊക്കെയാണ് ബ്ലഡൊക്കെ യൂറിനും എല്ലാ സംഭവങ്ങളൊക്കെ കൾച്ചർ ചെയ്തു അത് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെ, സംസ്കരണമൊക്കെ ചെയ്ത് നടത്തുന്നത്. ബ്ലഡൊക്കെ എന്തൊക്കെയാ രീതിയിലൊക്കെയാണ് കൈകാര്യം ചെയ്തിട്ടാണ് അത് എന്താ പറയുക രോഗങ്ങളെ നിർണയിക്കുന്നതും അതിന്റെ കൗണ്ടും സംഭവങ്ങളെല്ലാം കണ്ടെത്തുന്നത്. അപ്പോ അവിടെയുള്ള വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക പ്രത്യേക പ്രോട്ടോകോൾ അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. നോക്കാം, സ്പില്ലിന്റെ ലബോറട്ടറി ഏരിയ, മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്താ പറയുക സൂക്ഷ്മ ജീവികളുടെ ഒക്കെ സംസ്കരണം. അത് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് നമ്മള് ഓപ്പൺ അല്ലെ സാധാരണ ഇതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ചെറിയ ചെറിയ ഘടകങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇതെല്ലാം ഉണ്ടാവുക. അപ്പൊ ആ ഏരിയയൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. നമുക്കറിയാം യൂസ് PP ലാബ്, പോട്ട് കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാർക്ക്, notify all persons in immediate area and vacate area, cover the spill with absorbent materials drenched in the right disinfectant. അതായത് അതിൽ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് സാധാരണ രീതിയിലുള്ള ഇതുപോലെയല്ല. അവിടേക്ക് പറയുമ്പോൾ സാധാരണ മിക്കവാറും അവിടെ ഇരിക്കുന്ന പേഴ്സൺസ് ഒക്കെ വളരെ ഗ്ലൗസ് ഒക്കെ ഇട്ടായിരിക്കും അല്ലെ. ലാബിൽ ഇരിക്കുന്ന വ്യക്തികളൊക്കെ നമ്മൾ കാണുന്നത് എപ്പോഴും ഗ്ലൗസ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ മാസ്ക് ഒക്കെ ധരിച്ച് വളരെ എപ്പോഴും ഒരു പ്രിപ്പറേഷനോടുകൂടിയായിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവരെ ഇടുന്ന ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാർക്ക്, നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ഏരിയ. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ പെട്ടെന്ന് തന്നെ ആ ഏരിയയിൽ നിന്നെല്ലാം വെക്കേറ്റ് ചെയ്യുക. കവർ ദ സ്പില്ല് വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽസ്, ഡ്രെഞ്ച്ഡ് എന്ന് വെച്ചാൽ നനഞ്ഞ എന്തെങ്കിലും ഉണ്ട്. കവർ ദ സ്പില്ല് വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽസ്, നനഞ്ഞ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടെല്ലാം ആ സ്ഥലങ്ങൾ എന്ത് ചെയ്യാം ഡിസ്ഇൻഫെക്റ്റന്റ് അവിടെ നിന്നും അണുക്കളെ വിമുക്തമാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ശ്രമിക്കുക. അതായത് സാധാരണ രീതിയിൽ നിന്ന് കാച്ച് ചെയ്തതിനു ശേഷം വീണ്ടും നനഞ്ഞ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് concentration of 1.0% available, chlorine and 80% ethanol. സാധാരണയായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ച് നനഞ്ഞ വസ്തുക്കൾ കൊണ്ടൊക്കെ അത് ഒപ്പിയെടുക്കുക അല്ലെ. നമ്മൾ പറയില്ലേ
സാധാരണ രീതിയിലൊന്നും ഇത്തരത്തിലുള്ള അണുക്കളെ നമുക്ക് പെട്ടെന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇത്രയൊക്കെ രീതിയിലുള്ള 1.0% ആയിട്ടുള്ള ഒരു ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷനും അല്ലെങ്കിൽ എന്താ പറയുന്ന ക്ലോറിൻ 80% എത്തനോളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അത് അവർക്കൊരു നിബന്ധനകൾ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് ഈ സൊല്യൂഷൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് സ്പ്രെഡ് ചെയ്തേക്കുന്നത്, ഇനി അവിടെ ഇത്ര പെർസെന്റേജ് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതൊക്കെ അവരുടെ റൂൾസിൽ ഉണ്ടാവും. അതനുസരിച്ചെല്ലാം അത് കൈകാര്യം ചെയ്യുക. Then leave 10-30 minutes after pursuing disinfectant solution around the spill. എന്താ പറയുന്നത്? വീണ്ടും അവിടെ പറയുന്നത് എന്താ പറയുന്നത് 10-30 minutes after pursuing, പകരുന്നു എന്നാണ് pursue, POURING എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അത്രയും സൊല്യൂഷൻസ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന സ്ഥലത്തേക്ക് 10-30 മിനിറ്റേക്ക് അവിടെ നിന്ന് നമ്മൾ ലീവ് ചെയ്യണം, മാറി നിൽക്കണം. അതാണ് ഈ വേർഡുകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് സംഭവം എന്ന് അറിയരുത്. അതിന്റെ ഡിസ്ഇൻഫെക്ടന്റ് സൊല്യൂഷൻസ്, അണുവിമുക്തമാക്കുന്ന സാധനങ്ങൾ, പ്യൂറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരുമ്പോൾ അതിൽ നിന്നും ആ സ്ഥലത്തിൽ നിന്നും ഒരു 10-30 മിനിറ്റ് എങ്കിലും നമ്മൾ വെക്കേറ്റ് ചെയ്ത് മാറി നിൽക്കണം. റബ്ബ് ദ നിയർ ബൈ ഏരിയ യൂസിങ് ഡിസ്ഇൻഫെക്ടന്റ് സൊല്യൂഷൻ. വീണ്ടും അത് എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ച് അല്ലെ, പെട്ടെന്നൊന്നും അത് കൈകാര്യം ചെയ്തെടുക്കാൻ കാണുമ്പോൾ നിസ്സാരമായിരിക്കാം. പക്ഷെ അവിടെയുള്ള അണുക്കളെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇന്ന സൊല്യൂഷൻസ് ഉപയോഗിക്കണം. പിന്നെ ആ ഏരിയകളൊക്കെ വീണ്ടും 10-30 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. വീണ്ടും അവിടെ എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വീണ്ടും അവിടെ റബ്ബ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ഇത് ഉപയോഗിച്ച് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതെ നെക്സ്റ്റ് 30 മിനിറ്റ്സ് അത് കൈകാര്യം ചെയ്ത് എന്താ പറയാ വെക്കേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഇത്ര പെർസെന്റേജ് സൊല്യൂഷൻസ് ഉപയോഗിച്ച് അവിടെ വീണ്ടും ഡിസ്ഇൻഫെക്ടന്റ് ഏരിയ ആക്കി മാറ്റുക, അതായത് അണുവിമുക്തമാക്കാം. Then clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഈ എന്താ പറയുക എന്തെങ്കിലും മെറ്റീരിയൽസുകളെല്ലാം തന്നെ കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നർ ബോക്സിലെല്ലാം നമ്മൾ നിക്ഷേപിക്കണം. If the spillage is huge or includes a extremely infectious microorganism, cabinet may need to be decontaminated with the formaldehyde has by qualified staff before further user is incident forms. അതായത് ഇതിപ്പോ വളരെയധികം എന്തെങ്കിലും വളരെ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാ എന്താ പറയാ ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം വീണ്ടും എന്തെങ്കിലും എന്താ പറയാ ഫോർമുലയുടെ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക വാതകമൊക്കെ ഉപയോഗിച്ചിട്ട് അത് കറക്റ്റ് സ്റ്റാഫൊക്കെ വന്ന് അവിടെ എന്താ പറയാ നമ്മൾ അറിയില്ലേ വാതകമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് അവിടെ അത്രയും ശ്രദ്ധയോടുകൂടി അണുവിമുക്തമാക്കിയതിനു ശേഷം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പിന്നീട് സാധിക്കുകയുള്ളൂ. അതാണ് പറയുന്നത് if the spillage is huge or includes extremely infectious microorganism, cabinet may need to be decontaminated with the formaldehyde gas by qualified staff before further user is incident forms. എന്തെങ്കിലും ഇൻസിഡന്റ് വീണ്ടും എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും കെയർഫുൾ ആയിട്ട് സാധാരണ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ അണുവിമുക്തമാക്കിയതിനു ശേഷം വീണ്ടും എന്തെങ്കിലും ഫോർമുലയുടെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രത്യേക വാതകം അവിടെ സ്പ്രെഡ് ചെയ്തതിനു ശേഷം മാത്രമേ ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. ഓക്കെയാണോ? സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ മൈക്രോബയോം കൾച്ചർ എങ്ങനെയാ മനസ്സിലാക്കിയോ? മനസ്സിലാക്കി എടുക്കുക. പൊതുവെ ഇതിങ്ങനെ എന്താ പറയുക ഒരു ഏരിയകളിലും ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളൊക്കെ ഉള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. അതായത് റഫായിട്ട് ഓരോ സ്ഥലത്തും സാധാരണ പോലെയുള്ള ക്ലീനിങ് അല്ല നടക്കുന്നത് അല്ലെ, നമ്മൾക്ക് മനസ്സിലായി. അത് കെമിക്കലിനുള്ള ക്ലീനിങ് അല്ല ഇവിടെയുള്ളത്. നെക്സ്റ്റ് റേഡിയേഷനായിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സാധാരണ ബയോ ഹസാർഡ് എന്ന് പറഞ്ഞുള്ള വേസ്റ്റ് ബിന്നിലും നല്ല റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നിക്ഷേപിക്കേണ്ടത് അല്ലെ, അത് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ലേബലിന്റെ വേസ്റ്റ് ബോക്സിലാണ് അത് നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ലബോറട്ടറിയിൽ കൈകാര്യം ചെയ്യുന്ന ഇത്തരത്തിൽ സ്റ്റെപ്പ് ആയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. കണ്ടിന്യൂ ചെയ്യാലോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. മനസ്സിലായോ?
നെക്സ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് അപ്പോ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ടു ടേക്കൺ ഫോർ മാനേജിങ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് കെയർ. ഇതിലെന്താ നോക്കാം, ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള, അതായത് ഫാർമസി അല്ലെ, ആ ഭാഗത്തൊക്കെ ഉള്ള ഒരു സ്പില്ലേജ് വേസ്റ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോ ഹോസ്പിറ്റൽ ഓരോ സ്ഥലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ടപ്പോ നമ്മൾ നേരത്തെ പഠിച്ച ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അങ്ങോട്ട് മാറി ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. എന്താ, ടൂയിലൊക്കെ ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയി, ചിലപ്പോ അതിന്റെ ഇടയ്ക്ക് റേഡിയേഷൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടത്തുന്നോട്ട് പോയി, പിന്നെന്താ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ഇപ്പൊ ലാബിലേക്ക് പോയി, ഇപ്പൊ നമ്മുടെ ഫാർമസിയിലേക്ക് വന്നേക്കാണ്. അവിടെയുള്ള സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണേന്ന് അറിയാം. അവിടെ നോക്കാം, യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE കിറ്റ്. then person should be suitable PPE like gloves, goggles and respiratory before going to spill it to prevent the contact with the dangerous substance. അങ്ങനെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെ, നമ്മളിപ്പോ മെഡിസിൻ ഒക്കെ എടുത്തു കൊടുക്കാൻ നേരത്തെ പെട്ടെന്ന് എന്തോ മെഡിസിൻ പെട്ടെന്നല്ലേ ആ ബോട്ടിലൊക്കെ ചിലപ്പോ എന്തെങ്കിലും കാരണവശാലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും ചെറിയ അപകടമൊക്കെ വരികയാണെങ്കിൽ അതനുസരിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്, പേഴ്സൺ ഷുഡ് ബി യൂസ് സൂട്ടബിൾ PPE like gloves, goggles and respiratory before going to spill. അങ്ങനെ ഒരു സ്പില്ലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രിക്കോഷനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ധരിക്കുക. Then contact with the dangerous substance. അതും ധരിച്ചതിന് ശേഷം മാത്രമേ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, contain the spill. Use absorbent materials such as a spill kit to contain the spill and prevent it from spreading. അത് വീണ്ടും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, എല്ലാവരിലേക്കും വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിവെൻഷൻ മുൻകരുതലുകൾ എടുക്കുക. അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പാഡുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കുക. കൂടുതൽ മെറ്റീരിയൽസിന്റെ ലേബിൾഡ് ഹസാർഡ്സ് ബാഗ്സ് ഓഫ് കണ്ടെയ്നർ ഫോർ ഡിസ്പോസൽ. അത് വേസ്റ്റ് തള്ളാൻ വേണ്ടിയിട്ട് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേബിൾഡ് ഹസാർഡ് ബാഗ്സ് എന്ന ലേബിൾ ചെയ്തിരിക്കുന്ന ആ ഒരു കണ്ടെയ്നർ ബോക്സിലേക്കൊക്കെ ഇത്തരം വേസ്റ്റുകളെല്ലാം നമ്മൾ നിക്ഷേപിക്കുക. ദെൻ ക്ലീൻ അപ്പ് ദ സ്കില്ല്. എന്താ ക്ലീൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അബൈഡ് ബൈ ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദ കറക്റ്റ് യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ടു ക്ലീൻ അപ്പ് ദ സ്കില്ല്. അത് ക്ലീൻ ചെയ്യാനായിട്ട് കറക്റ്റ് എന്താ പറയുക, മാനുഫാക്ചേഴ്സ് അത് ഉണ്ടാക്കുന്ന അല്ലെ, ആ സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസ് ആണോ ആ മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികൾ പറയുന്ന രീതിയിൽ അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുക. Then be cautious not to spread the pharmaceutical during cleanup. അതായത് മറ്റുള്ള ഭാഗത്തേക്ക് ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വളരെ കോഷ്യസ് ജാഗ്രതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുക. Dispose of waste. All materials that come into contact with the pharmaceutical should be discarded as hazardous waste in a labeled bags or containers. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എപ്പോ ക്ലീൻ ചെയ്താലും അതെന്തായിരിക്കണം, അത് ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ബോക്സിൽ തന്നെ നിക്ഷേപിക്കാറോ. Follow up local, state and federal regulations for the disposal of hazardous waste. നമ്മൾ കണ്ട പോയിന്റ് തന്നെയാണ് അല്ലെ, ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. നമ്മുടെ സാധാരണ രീതിയിൽ പ്രദേശത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ എന്തെങ്കിലും റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് വേണം ഇത്തരത്തിലുള്ള വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ. റിപ്പോർട്ട് ദ സ്പില്ല്. എന്താ പറയുക, സ്പിൽസ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ബി കൺസേൺഡ് പേഴ്സൺ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇതെല്ലാം കൈകാര്യം ചെയ്തത് കറക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതെന്നോ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതാണ് എന്താണ് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, എന്തെങ്കിലും സ്പില്ലേജ് സംഭവിച്ചാൽ നടക്കുന്ന മാനേജ്മെന്റ് അല്ലെ, നടത്തേണ്ട രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? പെട്ടെന്ന് മനസ്സിലായി അല്ലെ? പെട്ടെന്ന് പറഞ്ഞു പോയാൽ പെട്ടെന്ന് മനസ്സിലായി എന്നാണോ? നേരത്തേക്ക് പറഞ്ഞു വെച്ച കാരണം കൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നേരത്തെ പറഞ്ഞ കുറെ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്ലീനപ്പും ഡിസ്പോസ് ഓഫ് വേസ്റ്റും റിപ്പോർട്ടും ഇതെല്ലാം എന്താ പറയണ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തന്നെ കേട്ട് മതിയായി ഇതെന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞെന്നുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും വിട്ടുപോയത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് നിർത്താലേ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനല്ലേ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാറ്. ഞാനപ്പോ ഒന്ന്
നിങ്ങൾ അൺമ്യൂട്ടാക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും എഴുതാനുണ്ടല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത് തുടങ്ങി പഠിക്കാം. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ അടുത്ത എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഇതുവരെ അടുത്തതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാം. അതായത് ഫ്രണ്ട് ഓഫീസിലെ കുറച്ച് 5 ക്വസ്റ്റ്യൻസേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എഴുതിയെടുക്കാം. എങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ? പറയുന്നത് എങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതിപ്പിക്കട്ടെ. അപ്പോ നോട്ട്ബുക്ക് ഒന്ന് എടുത്തു എഴുതാം. ഓക്കെ ഓക്കെ, എഴുതിപ്പിക്കാം. അപ്പൊ നിങ്ങൾ നോട്ട്സ് എടുത്തോ. നോട്ട് ചെയ്യുന്ന വെക്കുന്ന പേപ്പറിലാണോ അല്ലെങ്കിൽ എന്താ ഫയലിലാണോ അതിനനുസരിച്ച് നോട്ട് ചെയ്യുന്ന ബുക്കിലാണെങ്കിൽ എടുക്കാം. ക്വസ്റ്റ്യൻസ് പറയാണ്. ഫ്രണ്ട് ഓഫീസിലെ ഉണ്ടോ നമ്മുടെ ബാക്കി ഒരു 4-5 ക്വസ്റ്റ്യൻസ് കൂടി പറയുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫംഗ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ തന്നെ തന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫംഗ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? Which of the following is a key function of the front office staff? Which of the following is a key function of the front office staff? Again, answer type ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടെ പറയാം. Which of the following is a key function of the front office staff? ശ്വേതയോ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ എന്താണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അല്ലെ? കീ ഫംഗ്ഷൻ. കീ ഫംഗ്ഷൻ അതായത് പ്രവർത്തനം എന്താണ്? പേഷ്യന്റ് വരുമ്പോഴുണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അതായിരിക്കും ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫംഗ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? ഓക്കെ, കറക്റ്റ് ആണ്. സുനില പറഞ്ഞത് രജിസ്ട്രേഷൻ പേഷ്യന്റ്, രജിസ്റ്ററിങ് പേഷ്യന്റ് ആൻഡ് ക്രിയേറ്റിംഗ് പേഷ്യന്റ് അക്കൗണ്ട് അല്ലെ? നമ്മൾ ആദ്യം തന്നെ പേഷ്യന്റ് വരുമ്പോ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? നമ്മള് അവരെ രജിസ്റ്റർ ചെയ്യും അല്ലെ? അവരുടെ പേരൊക്കെ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യും. ദെൻ ക്രിയേറ്റിംഗ് പേഷ്യന്റ് അക്കൗണ്ട്, നമ്മളൊരു അക്കൗണ്ട് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു രജിസ്ട്രേഷൻ. രജിസ്റ്ററിംഗ് പേഷ്യൻസ് ആൻഡ് ക്രിയേറ്റിംഗ് പേഷ്യന്റ് അക്കൗണ്ട്സ്. കിട്ടിയോ? രജിസ്റ്ററിംഗ് പേഷ്യൻസ് ആൻഡ് ക്രിയേറ്റിംഗ് പേഷ്യന്റ് അക്കൗണ്ട്സ്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഫോർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? Which of the following is a key performance indicator for front office staff? ഇതാണ് നേരത്തെ ടൈപ്പ് ചെയ്ത ആൻസർ ടൈപ്പ് ചെയ്തതിനാണ് ചോദ്യം വന്നേക്കുന്നത്. അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. അവർക്ക് നല്ല തൃപ്തി അല്ലെ? കസ്റ്റമറിന് നല്ല തൃപ്തി ഉണ്ടെങ്കിലാണ് എന്താ പറയുന്നത്, ഇവര് നല്ല ഏബിൾ ആണ് അല്ലെ? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസപ്ഷനിസ്റ്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെ? Which of the following is a key performance indicator
ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. മറ്റേത് എന്താണെന്ന് ചോദിച്ചത്? കീ ഫംഗ്ഷൻ. ആദ്യത്തെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ, പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ ആണ്. ഇവിടെ വീണ്ടും ചോദിക്കുന്നത് എന്താണ്? അവര് നല്ല കീ പെർഫോമൻസ്, നല്ല പെർഫോമൻസ് ഉള്ള റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്താ വരാ? അത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് സംഭവിക്കുന്നത്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. ചോദ്യത്തോടെ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ? ഫോളോയിങ് നിങ്ങൾ കൊടുക്കണമെന്നില്ല. വിച്ച് ഓഫ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. നമുക്ക് ടെസ്റ്റിലൊക്കെ വരുമ്പോഴാണ് ഫോളോയിങ് വരുന്നത്. വിച്ച് ഓഫ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? എന്താ ആൻസർ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. കിട്ടിയോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. വിച്ച് ഓഫ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ? ആൻസർ patient satisfaction. The next, what is the purpose of the front office staff conducting patient eligibility check? What is the purpose of the front office staff? What is the purpose of the front office staff? What is the purpose of the front office staff? What is the purpose of the front office staff? Conducting patient eligibility check. Conducting patient eligibility check. സാധാരണ കോളേജിലൊക്കെ പോകുന്ന എലിജിബിലിറ്റി ചെക്ക് ചെയ്യണ മാതിരി ഹോസ്പിറ്റലിൽ എന്തിന്റെ എലിജിബിലിറ്റി അവർ ചെക്ക് ചെയ്യുക? എന്തായിരിക്കും? ടു വെരിഫൈ പേഷ്യന്റ് ഇൻഷുറൻസ് കവറേജ് അല്ലെ? ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള ഒരു എലിജിബിലിറ്റി ആണ് പൊതുവെ റിസപ്ഷനിസ്റ്റ് നോക്കാം. അതാണ് പറയുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കണ്ടക്ടിങ് പേഷ്യന്റ് എലിജിബിലിറ്റി ചെക്ക്? What is the purpose of the front office staff conducting patient eligibility check? Answer, to verify patient insurance coverage. To verify patient insurance coverage. To verify patient insurance coverage. Okay, Liam? What is the purpose of the front office staff conducting patient eligibility check? Okay, next answer is to verify patient insurance coverage. Then next question. Okay. What is the purpose of a patient consent form? What is the purpose of a patient consent form? ഇതിനു വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കൺസെന്റ് ഫോം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ശരിയാക്കുന്നത് പേഷ്യന്റിനെ കൊണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഷ്യന്റ് കൺസെന്റ് ഫോം? മെയിനായിട്ട് പേഷ്യൻസ് എന്തിനു വരുന്നത്? ട്രീറ്റ്മെന്റിന് അല്ലെ? ടു ഓതറൈസ് ട്രീറ്റ്മെന്റ്. എന്റെ ആൻസർ എന്താ? ടു ഓതറൈസ് ട്രീറ്റ്മെന്റ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഷ്യന്റ് കൺസെന്റ് ഫോം? ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഷ്യന്റ് കൺസെന്റ് ഫോം? ആൻസർ, ടു ഓതറൈസ് ട്രീറ്റ്മെന്റ്. To authorize treatment. Okay ആണോ? എന്നോട് ചോദ്യം പറയാം. What is the purpose of the patient consent form? Answer, to authorize treatment. Then last question നോക്കാം. What is the role of the front office staff? What is the role of the front office staff?
What is the role of the front office staff in managing patient, in managing patient confidentiality? അതായത് സീനിയർ സ്പെല്ലിംഗ് പറയാം. CONFIDENTIALI. ചോദ്യം കൂടി വായിച്ചിട്ട് ഞാൻ പറയാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? What is the role of the front office staff in managing patient? In managing patient, then confidentiality. അതായത് CONFIDENTIALI. നമ്മൾ ആ വിശ്വസ്തത എന്നുള്ള കാര്യം പറിച്ചില്ലേ, അത് ആ ഒരു ചോദ്യമാണോ ഇതിൽ വേണ്ടത്? നമ്മള് വിശ്വസ്തമായിരിക്കണം നമ്മുടെ എന്താ പറയുക സ്റ്റാഫ് എന്താ പറയുക പേഷ്യൻസ് കൊടുക്കുന്ന എല്ലാ വിവരങ്ങളും വിശ്വാസത്തോട് കൂടിയിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറയില്ലേ, ആ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇൻ മാനേജിങ് പേഷ്യന്റ് കോൺഫിഡൻഷ്യലിറ്റി? അതിന്റെ ആ ഒരു ഒരു ഇത് സ്പെല്ലിങ്ങോടുകൂടി പറയാം. CONFIDENTIALI. ആൻസർ എന്തായിരിക്കും? ടു പേഷ്യന്റ് ഇൻഫോർമേഷൻ ഫോർ അൺഓതറൈസ്ഡ് ആക്സസ്. ടു പ്രൊട്ടക്ട് പേഷ്യന്റ്, സംരക്ഷിക്കുക. ടു പേഷ്യന്റ് അല്ല, ടു പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ, ടു പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും നമ്മുടെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സംരക്ഷണം അല്ലെ, ആ ഒരു വിശ്വസ്തത, കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻറ്റബിലിറ്റി, അതാണ് വേണ്ടത്. ടു പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. കിട്ടിയോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വായിക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇൻ മാനേജിങ് പേഷ്യന്റ് കോൺഫിഡൻഷ്യലിറ്റി? ദെൻ ആൻസർ പറയുന്നത് ടു പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. ആക്സസിന്റെ സ്പെല്ലിംഗ് വേണോ? ACCESS. കിട്ടിയോ? ആൻസർ ഒന്നുകൂടി പറയണോ? ടു പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. ACCESS. മറ്റുള്ള എന്താ പറയുക ഓർഗനൈസേഷനിൽ നിന്നും നമ്മുടെ ഇൻഫോർമേഷൻസ് ഒന്നും പോകരുത് എന്നാണ് മീൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ് മാഡം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? അതെ അതെ, ആക്സസ് ACCESS. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ? അതായത് മീനിങ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ തന്നോടത്തോളം. പറയുന്നുണ്ട്. അപ്പം അത്യാവശ്യം നിങ്ങൾ എന്താ പറയാ, ഇത് വായിച്ചു വെക്കുക. നമ്മുടെ വില്ലേജ് വേസ്റ്റിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല അല്ലേ? എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. എന്നാ ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ബൈ. താങ്ക് യു മാം. Okay.